ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളുടെ അമ്മയുടെ ബിരിയാണിയായത്. അപ്പോൾ ആദ്യം ഒരു ഉരുളിക്കകത്തോട്ട് എത്ര സ്പൂൺ നെയ്യ് ഇട്ടത്? 2 സ്പൂൺ നെയ്യ് ഇട്ടു. അരി വറക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ 1 കിലോ അരി അരമണിക്കൂർ കുതിർക്കാൻ വെച്ചതാണ്. ഇത് ജീരകശാലയല്ല, ബസുമതി റൈസാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അരിക്ക് ചെറിയൊരു ചുമപ്പ് വരുമ്പോഴത്തേക്കും ഇതൊന്ന് പൊട്ടുന്ന ഒരു സൗണ്ടൊക്കെ ഇല്ലേ, അതല്ലേ പരുവം. അരി ഇച്ചിരി വറുത്തിട്ട് ചെയ്യുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അല്ലേ, അതല്ലേ. പൊട്ടി വരുന്ന ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നിർത്തണം. ഇനി നമുക്ക് എടുക്കാം. ആ വെള്ളമെല്ലാം വറ്റി അത് ഒന്ന് ഡ്രൈ ആയി ഒന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കണം. അടി കൂട്ടി ഇളക്കണം, കരിഞ്ഞ പോലെ. എടുക്കാമല്ലോ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റാം. നമ്മളിനിയിപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കൻ, കറി വെക്കാനുള്ള ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വറക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മസാലകൾ ഇടാൻ പോവാം. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഒരു എത്ര സ്പൂണുണ്ട്? ചെറിയൊരു ടീസ്പൂൺ 2 ടീസ്പൂൺ അല്ലേ, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് എന്താ, കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇത്തിരി ഒരു ഉപ്പ്. ഇനി ഗരം മസാല കുറച്ച്, എത്ര, ഒരു 1/4 സ്പൂണോ, ഒരു അര ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതൊന്ന് ഇളക്കണം. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിലൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ചായിട്ട് ഇടാം. ഈ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. പോരെ, ബാക്കി പിന്നെ അടുത്ത ഇതിലിടാം. അപ്പോൾ ഇനി നമുക്കിതൊന്നൊരു കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് മാറ്റി അടുത്തതിടാം. ചിക്കനുള്ള സവാള വാട്ടാം. തക്കാളി, പച്ചമുളക്, തക്കാളി ഇട്ടു, പച്ചമുളകും ഇട്ടു. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് അങ്ങോട്ടിടാം. നമ്മളിനി ഇതിനകത്തോട്ട് കുറച്ച് മസാലയൊക്കെ ഒന്ന് ഇടാൻ പോവാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി എന്ന് പറയുന്നത് സാധാരണ മുളക് പൊടിയും പിന്നെന്താ പിരിയമുളകും കൂടെ, അതായത് കാശ്മീരി മുളകും കൂടെ ചേർത്തതാണ്. ഇനി ഇച്ചിരി ഗരം മസാല, എത്ര, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല നമ്മളിട്ടു. ഇനി നമ്മൾ ചിക്കൻ ഇടാൻ പോവാണേ. ഇതിപ്പോൾ നമ്മൾ ചിക്കനും ഇട്ട് ഒന്ന് ഇളക്കി പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവാൻ ആവശ്യം, കുറച്ച് വെന്തതാണല്ലോ ഇത്. അപ്പോൾ അതിന് ബാക്കി വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാൻ പോകാം.
കിസ്മിസും നട്ട്സും ഒക്കെ മൂപ്പിച്ചെടുക്കും. ഇപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള അരി വേവിക്കാനുള്ള വെള്ളം വെച്ചേക്കുവാണ്. ഇത് തിളച്ച് തുടങ്ങി. നമ്മളിപ്പം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് നമ്മളിപ്പം വെള്ളം വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരി എന്ന് പറയുന്നത് 5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കുക. ഓരോരുത്തരും അവരവരുടെ ഗ്ലാസ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം വെള്ളം വയ്ക്കാൻ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ മസാലകളൊക്കെ ഇടുവാണ്. കറുവപ്പട്ട ഇടുവാണ്, പിന്നെ ഏലക്ക, ഇത്രയും ഏലക്ക, പിന്നെ ഗ്രാമ്പൂ, പിന്നെ തക്കോലം. ഇത് ഇത്രയും നമ്മളിടുക. കുരുമുളക് നമുക്ക് നെയ്ക്കകത്തൊന്ന് വറുത്തിട്ടിടാം. അപ്പോൾ ഇതൊന്ന് ഇതിനകത്ത് കിടന്ന് തിളക്കട്ടെ. നമുക്കൊരു 2 സ്പൂൺ ഉപ്പ് ആവശ്യത്തിനല്ല, അരിക്കും കൂടെ ഉള്ള ഉപ്പാണ് നമ്മളിടുന്നത്. അപ്പോൾ വെള്ളം തിളച്ചു. ഇനി നമ്മൾ അരി അങ്ങോട്ട് ഇടുക. ഇനി നമുക്ക് ഈ അരി ഒന്നും ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 നാരങ്ങയുടെ നീര് കൂടെ നമുക്ക് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം, വെള്ളം വറ്റിയോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഇനി ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് വെള്ളം വറ്റിയോ എന്നൊന്ന് നോക്കണം. ഇച്ചിരി കൂടെയൊക്കെ കുറച്ചുകൂടെ വറ്റാനുണ്ട്, വെള്ളമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാൽ മതിയേ. വെള്ളം ഒത്തിരി വറ്റിപ്പോയി അടുക്കി പിടിക്കാനും പാടില്ല. നമ്മളിതൊന്ന് തുറന്ന് നോക്കുവാണ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ ഇത് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഒരു ചൂടിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോകും. ഓക്കെ, നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച്, പിന്നെ നമ്മൾ ഒരു ദോശക്കല്ലിൻ്റെ പുറത്താണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ദോശക്കല്ലിൻ്റെ പുറത്ത് ഈ പാത്രം വെച്ച് ചൂടാക്കുകയാണ്. ഇനി അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇത് നമ്മൾ ആദ്യം ചോറ് ഇടുകയാണ്. നമ്മളിനി ഇത് കുറച്ച് മഞ്ഞൾ ഉള്ള ഒരു കളറിന് വേണ്ടിയിട്ട് ഒഴിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് തളിച്ചാൽ മതി. ഇനി അടുത്തത് കിസ്മിസും കാഷ്യൂനട്ടും ഇടും. കുറച്ച് കുരുമുളകും കൂടി ഇടുക. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇനി അടുത്ത ലെയർ ചോറും കൂടെ ഇടുവാണ്, റൈസ്. റൈസിനകത്തോട്ട് മഞ്ഞൾ തളിച്ചായിരുന്നേ. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം ഓരോ ലെയറായിട്ട് അത് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ നട്ട്സൊക്കെ അതിനകത്തൊട്ടിട്ട് ആ നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളത് സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ്.